ഹായ് ഗൈസ്, ലവ്സ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. ഇപ്പോൾ മാങ്ങയുടെ സീസൺ അല്ലേ, അതുകൊണ്ട് കുറച്ച് മാങ്ങ അച്ചാർ ഉണ്ടാക്കാമെന്ന് കരുതി. അതിനായി ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 5 മീഡിയം സൈസ് മാങ്ങയാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ആദ്യം തന്നെ എല്ലാ മാങ്ങയും വീഡിയോയിൽ കാണുന്നത് പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്ത മാങ്ങ ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റി അതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക, എന്നാലേ മാങ്ങയിൽ നല്ലോണം ഉപ്പ് പിടിക്കുകയുള്ളൂ. ഇനി ഇതൊരു അരമണിക്കൂർ നമുക്ക് മൂടി വെച്ച് മാറ്റി വെക്കാം. അരമണിക്കൂറിന് ശേഷം മാങ്ങ എടുത്ത് അതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 3 സ്പൂൺ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. മുളക് പൊടി മാങ്ങയുടെ അളവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കായവും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ലാസ്റ്റ് ഉപ്പ് നോക്കിയിട്ട് അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ച് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചെടുക്കുക. കടുക് പൂർണ്ണമായും പൊട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ 4-5 വറ്റൽ മുളകും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി ഇത് പാകമായതിനു ശേഷം നേരത്തെ മാറ്റി വെച്ച അച്ചാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. മസാലയുടെ മുകളിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇതിന് നല്ലെണ്ണ തന്നെ അച്ചാറിന് എടുക്കാൻ ശ്രദ്ധിക്കുക എല്ലാവരും. ഇനി ഇതൊരു സ്പൂണ് കൊണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം മാങ്ങയിലൊക്കെ നമ്മുടെ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഞാൻ 2 ടീസ്പൂണാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമായ പുളിക്കനുസരിച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അതിനുശേഷം അച്ചാർ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. നല്ലപോലെ ഇളക്കുക. വളരെ സിമ്പിളായിട്ടും വളരെ പെട്ടെന്നും ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഡബ്ബയിലേക്ക് മാറ്റി വെക്കുമ്പോൾ ഡബ്ബയിൽ വെള്ളം പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം മാത്രം ഡബ്ബയിലേക്ക് മാറ്റി വെക്കുക. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് പൂപ്പൽ വരാൻ സാധ്യതയുണ്ട്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.